ഹലോ ഹായ്, എല്ലാവരും സുഖായിരിക്കുന്നോ? ഇന്ന് ഞാനൊരു കാര്യം പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് അതായി ഷെയർ ചെയ്യാൻ കരുതി. അപ്പൊ നമ്മള് ആഹ് പല ആൾക്കാരും ചെയ്യുന്നതായിരിക്കും. നമ്മള് പുസ്തകത്തിൽ അറിയാതെ ചവിട്ടുമ്പോഴോ അല്ലെങ്കിൽ ബാഗിലോ മുതിർന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ പ്രായത്തിൽ കുറഞ്ഞ ആൾക്കാരെയോ നമ്മൾ അറിയാണ്ട് ചവിട്ടിപ്പോയാൽ നമ്മള് ഇങ്ങനെ തൊട്ട് നിറവിൽ വെക്കും അല്ലെ? അപ്പൊ അത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ വെക്കുന്നത്? നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും കണ്ട് വളർന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നതായിരിക്കാം കുഞ്ഞുനാളില്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു ബിലീഫ് കിടക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പം ആ എന്റെ ഉള്ളിലുള്ള ആ ബിലീഫ് ഇപ്പൊ ഞാൻ അങ്ങനെ ഇന്നിപ്പോ ഈ പ്രായമായിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതേമാതിരി തൊട്ട് നിറവിലേക്കും. അപ്പൊ എന്റെ ഉള്ളില് എന്റെ ഇന്നർ ബിലീഫില് അത് കിടക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ഇന്നർ ബിലീഫ് ഇപ്പോഴും നമ്മളെ ബോഡിയിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം എനിക്ക് ചോദിക്കാൻ ഉള്ളത് എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ ഇന്നർ ബിലീഫ് എന്താണ്? റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ ബിലീഫ് എന്താണ്? ഇന്നർ ബിലീഫിൽ എന്താണ് നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുള്ളത്? നിങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിച്ചു വെച്ചിട്ടുള്ളത്? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട്, നിങ്ങള് നല്ലൊരു ഫെയിം ആവുന്നതിനെ കുറിച്ചിട്ട്, എന്തോ ആവട്ടെ, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങളുടെ ഇന്നർ ബിലീഫ് എന്താന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളുടെ ഇന്നർ ബിലീഫില്, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡില് നമ്മൾ എന്ത് കാര്യമാണോ അവിടെ കിടക്കുന്നത്, ആ കാര്യമാണ് പുറത്തേക്ക് നമുക്ക് നമ്മളുടെ ഒരു റിസൾട്ട് ആയിട്ട് പുറത്തേക്ക് വരിക. അതിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെങ്കിൽ, നമ്മൾ എത്ര പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ കൂടി, ഇപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് നല്ലവണ്ണം പൈസ വേണം, പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്, നല്ല പൈസ, നല്ല സ്ഥിതിയിൽ നല്ല രീതിയിൽ ജീവിക്കണം, എനിക്ക് പ്രശസ്തിയിൽ എത്തണം എന്ന് ചില ആൾക്കാർ പറയും. പക്ഷെ അവിടേക്കൊന്നും ചില ആൾക്കാർ എത്തുന്നില്ല എന്ന് പറയും. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പം അതിനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡില് അവിടെ പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ചിലപ്പോൾ ഒരുപാട് പൈസ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം സ്വസ്ഥത ഉണ്ടാവില്ല, എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നറിയില്ല. അപ്പം അങ്ങനെയാണ് അവിടെ കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല. നമ്മളുടെ അടുത്തേക്ക് ഈ പൈസ വരുന്നത് ഒരു ബ്ലോക്കായിട്ട് അവിടെ അങ്ങനെ കിടക്കും. അപ്പം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡില് അതൊരു പോസിറ്റീവായിട്ട്, എനിക്ക് ജീവിക്കാൻ പൈസ വേണം, പൈസ ഞാൻ നന്നായിട്ട് വിനിയോഗിക്കുന്നു, എൻ്റെ അടുത്ത് പൈസയുണ്ട്, ഞാൻ ഹാപ്പിയാണ്, അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് അവിടെ പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുത്തേക്ക് നമ്മൾ എന്താണോ നമ്മളുടെ ആഗ്രഹം, നമ്മൾ ആ ആഗ്രഹം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. പകരം നിങ്ങളുടെ ഉള്ളിലുള്ളത് ഒരു നെഗറ്റീവ് തോട്ട് ആണെങ്കിൽ, ഇറ്റ് ഡസൻ വർക്ക് വാട്ട് യു വാണ്ട്, ഇറ്റ് ഡസൻ വർക്ക് വാട്ട് യു ആർ. അപ്പൊ അതൊന്നും നമ്മളുടെ ഉള്ളിലുള്ള ബിലീഫാണ് ആദ്യം മാറേണ്ടത്. ഉള്ളിലുള്ള ബിലീഫ് പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് എന്താണോ നമ്മളെ ഡ്രീം, ആ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരുടെയും ഉള്ളിലുള്ള ഇന്നർ ബിലീഫ് എന്താണെന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. താങ്ക് യു.